ഇന്ത്യ മുന്നണിയിൽ കൂട്ടയടി എന്നുള്ളതാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുൻപേ തുടങ്ങിയ അടിയാണ്. ആ അടി ഇനിയും അവസാനിച്ചിട്ടില്ല. സമാജ്വാദി പാർട്ടിയൊക്കെ രാഹുലിനെ തള്ളിപ്പറയുകയാണ്. ഒരു കാരണവശാലും രാഹുൽ നേതൃസ്ഥാനത്ത് പാടില്ല എന്ന ശാഠ്യത്തിലാണ് അവർ. ഇനിയെങ്കിലും താങ്കൾ മാറി നിൽക്കൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃസ്ഥാനം വഹിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറിക്കഴിഞ്ഞു എന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിനോടകം തന്നെ അവർക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ അത് അവർ പരസ്യമായി പറയുന്നു എന്നുള്ളതാണ്. എന്താണ് നിലവിലത്തെ ബീഹാറിലെ അവസ്ഥ, ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ? രഹി, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പരസ്യമായ എതിർപ്പുമായി DMK രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുമുള്ള DMK ഈ അനൈക്യം കൃത്യമായി പ്രകടമായിരുന്നു ബീഹാറിലെ എന്നുള്ള സൂചനകളാണ് ലഭ്യമായത്. അതേപോലെ തന്നെ NCPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. സീറ്റ് വിഭജനം മുതലുള്ള തർക്കം അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിഴലിച്ചു നിന്നു എന്നുള്ളതായിരുന്നു NCP കുറ്റപ്പെടുത്തിയത്. മാത്രമല്ല, ഈ മൊത്തം ഒരു നേതൃമാറ്റം ആവശ്യമാണ് എന്നുള്ള ഒരു അത്തരം രീതിയിലുള്ള ഒരു ആവശ്യം ഈ ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികൾക്കുമുണ്ട്, അല്ലെങ്കിൽ കക്ഷികളിൽ ചിലർക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നോക്കിക്കാണേണ്ടത്. ഇതിനോടകം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജിയെ ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷയാക്കണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ സമാജ്വാദി പാർട്ടി ഉയർത്തുന്നത് അഖിലേഷ് യാദവിനെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാന നേതാവായി ഉയർത്തിക്കാട്ടണമെന്നുള്ളതാണ്. രാഹുലിന്റെ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളോ വിജയിച്ചില്ല. ആ തന്ത്രങ്ങൾ പൂർണ്ണമായും പാളിയതിന്റെ ഉദാഹരണമാണ് ബീഹാർ എന്നുള്ളതാണ് ഈ സഖ്യകക്ഷികൾ വിലയിരുത്തുന്നത്. വോട്ട് ചോരി ആരോപണമടക്കം ഒരു തരത്തിലും പ്രയോജനപ്പെട്ടിട്ടില്ല. ബീഹാറിൽ രാഹുൽ നടത്തിയ പ്രചരണങ്ങളൊന്നും തന്നെ മുഖവിലക്കെടുക്കുവാൻ ജനങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ രാഹുലിനെ അറിയാത്ത ജനങ്ങളാണ് കൂടുതലായും ബീഹാറിലുള്ളത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള ജനങ്ങൾ ധാരാളമായി വസിക്കുന്ന സ്ഥലമാണ് ബീഹാർ. അത്തരമൊരു മേഖലയിൽ കനത്ത തോൽവി ഉണ്ടായതിന്റെ കാരണം, അല്ലെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് അത് ഈ രാഹുലിന്റെ തന്ത്രങ്ങൾ പാളിയതാണ് എന്നുള്ള വിലയിരുത്തലാണ് പ്രധാനമായും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ കോൺഗ്രസും പ്രത്യേക യോഗം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് തോൽവി എന്നത് പഠിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം ഉയർത്തിക്കൊണ്ട് ഈ കനത്ത പരാജയത്തിൽ നിന്ന് മുഖം രക്ഷിക്കുവാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. എന്നാൽ ഇപ്പോൾ സഖ്യകക്ഷികൾ അതിൽ ഒന്നും തന്നെ ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല, കോൺഗ്രസിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുലിനെ വിശ്വസിച്ച് ഹരിയാനയിൽ കനത്ത പരാജയം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അടക്കം കനത്ത പരാജയം നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ രാഹുലിനെ വിശ്വസിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ഇന്ത്യ സഖ്യത്തിന് കനത്ത പരാജയം നേരിടേണ്ട സാഹചര്യം. അതിന് ഒരേ ഒരു കാരണക്കാരൻ രാഹുൽ മാത്രമാണ്, രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികളെങ്കിലും വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് രാഹുലിനെ മാറ്റണമെന്നുള്ള ആവശ്യം പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വന്നത്. അത് സമാജ്വാദി പാർട്ടികളുടെ നേതാക്കളാണ് ഇത്തരത്തിലൊരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. അതിനു മുന്നേ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു ആവശ്യം ഉയർന്നിരുന്നു, മമതാ ബാനർജിയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നുള്ളത്. ഏതായാലും കോൺഗ്രസ് ഇത്തരം പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും അവർ മുഖവിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രത്യേക യോഗം ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിക്കുവാനുള്ള ഒരു നീക്കം, അല്ലെങ്കിൽ അത് അത്തരമൊരു നീക്കമായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വീട്ടിൽ കോൺഗ്രസ് നേതൃയോഗം ചേർന്ന് ഇത്തരം പ്രചരണങ്ങൾ ശക്തമാക്കാൻ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുവാൻ വേണ്ടി നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ പാളയത്തിൽ പട രൂപപ്പെട്ട സാഹചര്യമാണ്. രാഹുലിനെതിരെ വലിയ പ്രതിഷേധം, കനത്ത പ്രതിഷേധം കോൺഗ്രസിനുള്ളിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിലും ഇന്ത്യ സഖ്യത്തിൽ, പ്രതിപക്ഷ സഖ്യത്തിനുള്ളിലും തന്നെ വലിയ പൊട്ടിത്തെറിക്ക് ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഹുലാണ് അതിന് പ്രധാന ഘടകം. അതിന് കാരണമായി പറയുന്നത് ബീഹാറിലുണ്ടായ തോൽവിയാണ്. അതിന് കാരണക്കാരൻ രാഹുൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ സഖ്യകക്ഷികൾ പഴിചാരുന്നത്. രാഹുലിനെ മുൻനിർത്തി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് പല കക്ഷികൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡിഎംകെയുടെ നേതാക്കളടക്കം ഇക്കാര്യം പരസ്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. NCPയും സമാനമായ രീതിയിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. രാഹുലുമായി ഇനി മുന്നോട്ട് പോയാൽ വരും തെരഞ്ഞെടുപ്പുകളിലും കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നുള്ള വിലയിരുത്തലാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. അത്തരമൊരു സാഹചര്യത്തിലാണ് രാഹുലിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുള്ള ആവശ്യം ഇന്ത്യ സഖ്യത്തിനുള്ളിലും അതേപോലെ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും ഉയർത്തുന്നത്.